അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ സാദത്തൽ ബദ്രി അസ്സലാമു അലൈക്കും നർജുൽ ഗിയാഥ വനഹ്തമി ബിഹിമാക്കും. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ ഈ മഹനീയ സംഗമത്തിന്റെ അധ്യക്ഷർ, നമ്മുടെ നാടിന്റെ അത്താണിയായ ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ സഖാഫ് അൽ ഹദറമി തങ്ങളുടെ നാലാമത്തെ പേരക്കുട്ടി കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് അഷ്റഫ് തങ്ങൾ അവർകൾ, താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി കരുത്തരായ പ്രസിഡന്റ് സയ്യിദ് ഹുസൈൻ സഖാഫി ഉസ്താദ് അവർകൾ, മുൻ പ്രസിഡന്റ് അബൂബക്കർ സഖാഫി ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങൾ അവർകൾ തുടങ്ങി നമ്മുടെ വേദിയിൽ ഉള്ള പ്രഗത്ഭരായ നേതാക്കന്മാർ, സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദര സഹോദരിമാർ, കൂടുതലായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഈ മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മുടെ കർണാടക മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ അവർകളായിരുന്നു. ചില തടസ്സങ്ങൾ കാരണമായി അദ്ദേഹത്തിന് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് എന്റെ ഉദ്ഘാടന പ്രസംഗം ഞാൻ അവസാനിപ്പിക്കും. കൊടകിന്റെ സുൽത്താൻ അഷേഖ് സൂഫി ഷഹീദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഏകദേശം 394ാമത് ഉറൂസ് മുബാറക്കാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഹസൻ സഖാഫ് അൽ ഹദറമി 20ഓളം മക്താബുകൾ അടക്കം ഒരുപാട് മഹാന്മാർ അന്തിയുറങ്ങുന്ന വളരെ പുണ്യമായ മണ്ണാണ് നമ്മുടെ എരുമാട് മണ്ണ്. ആ മഹാന്മാരെയെല്ലാം അനുസ്മരിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഉറൂസ് മുബാറക്കിൽ ആയിരക്കണക്കായ ആളുകൾ നമ്മുടെ കർണാടകത്തിന്റെയും കേരളത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉറൂസ് മുബാറക്കിൽ സംബന്ധിക്കാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച ദിക്ർ ദുആ സമ്മേളനത്തോടുകൂടി നമ്മുടെ ഈ പരിപാടി പരിസമാപ്തി കുറിക്കുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, ഇതിലേക്ക് സഹായ സഹകരണങ്ങൾ നൽകുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അടക്കമുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹുവിലേക്ക് അവരുടെ ജീവിതം തിരിച്ചു വെച്ചവരാണ്. അവരുടെ ഹൃദയം മുഴുവനും അള്ളാഹുവിലേക്ക് തിരിച്ചു വെച്ചവരാണ്. ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് തങ്ങള് ഈജിപ്തിൽ നിന്ന് നമ്മുടെ ഈ കർണാടകത്തിലേക്ക് കടന്നു വന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. അവിടുത്തെ നിസ്തുല്യമായ സ്വഭാവ മഹിമയിലൂടെ അവിടത്തേക്ക് അല്ലാഹു തആല നൽകിയ അത്ഭുതങ്ങളായ കറാമത്തിലൂടെ ആയിരക്കണക്കായ ആളുകൾ അതിലേക്ക് ആകർഷിച്ച് ഇസ്ലാമിലേക്ക് ആളുകൾ ഒരുപാട് ഒഴുകിയപ്പോൾ ശത്രുക്കളുടെ കരങ്ങളാൽ വധിക്കപ്പെട്ട് ഷഹീദായി ഇന്ന് നമ്മുടെ നാടിന് അത്താണിയായി ഇവിടെ അന്തിയുറങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കന്മാർക്ക് വലിയ കറാമത്തുകൾ കൊടുക്കാറുണ്ട്. അത് അവരുടെ ആ കറാമത്തിന്റെ കഴിവിലൂടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഉൾക്കൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി വരാനും അവർക്ക് ആദരവായി കൊണ്ടും അല്ലാഹു തആല നൽകുന്നതാണ്. അത് ഹയാത്തു കാലത്തിലുണ്ടാകും, അവരുടെ മരണത്തിന് ശേഷവും ഉണ്ടാകും. ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഹയാത്തു കാലത്തു തന്നെ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ഈ ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും അതിൽ ആകൃഷ്ടരായ ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ കടന്നു വരികയും ചെയ്തിട്ടുണ്ട്.
ഇന്നും നമുക്കറിയാം, ഇവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് തങ്ങൾ ഇവിടുത്തെ ഹദറത്തിലേക്ക് ആയിരക്കണക്കായ ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന്, അതേപോലെ കർണാടകയിൽ നിന്ന്, മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി വരുന്നത് അവിടുത്തെ സിയാറത്ത് ചെയ്ത് അവിടുത്തെയോട് സങ്കടങ്ങൾ പറയുമ്പോൾ നേടിയെടുക്കുന്ന അത്ഭുതങ്ങളായ ഫലങ്ങൾ കൂടി കണ്ടുകൊണ്ടാണ്. മനുഷ്യരുടെ അവസ്ഥ നമുക്കറിയാം. എന്തെങ്കിലും ഉപകാരം കിട്ടിയാൽ ആ ഉപകാരത്തിന്റെ അടിമകളാണ് മനുഷ്യന്മാർ. ഒരാൾ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്തു കൊടുത്താൽ അവരെ പുകഴ്ത്താനും അവരെ അംഗീകരിക്കാനും അവരെ കൂടെ നടക്കാനും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാനും ഈ ഉപകാരങ്ങൾ നേടിയെടുത്ത ആളുകൾ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ഔലിയാക്കൾക്ക്, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന മഹാരഥന്മാരായ ആളുകൾക്ക് വലിയ കറാമത്തിന്റെ കഴിവുകൾ അല്ലാഹു നൽകുന്നു. അതിലൂടെ ജനങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നു, അവരെ ജനങ്ങൾ അംഗീകരിക്കുന്നു, അവരെ ആ ജനങ്ങൾ പുകഴ്ത്തി പറയുകയും ചെയ്യുന്നു. നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ അടിമകളിൽ അമ്പിയാക്കന്മാരെ മാറ്റിവെച്ചാൽ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളാണ്. ആ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകളാണ് മഹാന്മാരായ ബദരീങ്ങൾ. അല്ലാഹു തആല അവരുടെ എല്ലാം ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും കാമിലായ ഈമാൻ നൽകുമാറാകട്ടെ. മഹാന്മാര് പറയുന്നത് നോക്കൂ നിങ്ങൾ. വദക്കറ ശൈഖു ദാറാനി റഹിമഹുല്ലാഹ് അന്ന ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദർ. അഹ്ലു ബദറിന്റെ അസ്മാഉകൾ പറയുമ്പോൾ, ബദരീങ്ങളുടെ ഇസ്മുകൾ പറയുമ്പോൾ, അവരുടെ പേരുകൾ ഉച്ചരിക്കുമ്പോൾ അതിലൂടെ അല്ലാഹു തആല വലിയ പദവികൾ അവർക്ക് നൽകുന്നു, വലിയ അത്ഭുതങ്ങളായ ഫലങ്ങൾ നൽകുന്നു, ദുആക്ക് ഇജാബത്ത് നൽകുന്നു. വഖാല മുജറബ്, പണ്ഡിതന്മാര് പറഞ്ഞു ആ കാര്യം മുജറബാണ്. അത് എല്ലാവർക്കും അനുഭവത്തിലൂടെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞ വസ്തുതയാണ്. ബദരീങ്ങളെ തവസ്സുലാക്കിയിട്ട് ഏത് പ്രധാനപ്പെട്ട വിഷയമാണെങ്കിലും ഏത് വലിയ വിഷയങ്ങളാണെങ്കിലും ആ വിഷയം സാധൂകരിച്ചെടുക്കാൻ വേണ്ടി, അത് നേടിയെടുക്കാൻ വേണ്ടി ബദരീങ്ങളുടെ പേരുകൾ ആത്മാർത്ഥമായി ചൊല്ലിക്കഴിഞ്ഞാൽ അതിലൂടെ അവർക്ക് ഫലങ്ങൾ ലഭിക്കുന്നു. ഈ ഫലങ്ങൾ നൽകാനുള്ള കാരണം എന്താണ്? പണ്ഡിതന്മാര് പറഞ്ഞതായി കാണാം. ബദരീങ്ങളുടെ പേരുകൾ പറയുമ്പോൾ ആ ബദരീങ്ങളുടെ പേരുകൾ പറയുന്നതിനനുസരിച്ച് ഫലങ്ങൾ അല്ലാഹു തആല നൽകുന്നു. ഈ ഫലങ്ങൾ ആസ്വദിക്കുന്ന മനുഷ്യന്മാർ വീണ്ടും അവർക്ക് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ ബദരീങ്ങളുടെ പേരുകൾ പറയും, പിന്നെയും വിഷയങ്ങൾ പറയുമ്പോൾ ബദരീങ്ങളുടെ പേരുകൾ പറയും. അങ്ങനെ അവരുടെ പേരുകൾ എന്നും ഉന്നതിയിലായി, ഉയർച്ചയിലായി നിലനിൽക്കാൻ വേണ്ടി, എന്നും ജനങ്ങൾ അവരെ അനുസ്മരിക്കാൻ വേണ്ടി അല്ലാഹു തആല അവർക്ക് നൽകിയ ആദരവാണ്. എന്നതുപോലെ ബഹുമാനപ്പെട്ട ശൈഖുനാ സൂഫി ഷഹീദ് ഖദ്ദസല്ലാഹു സിറ മഹാനവറുകളുടെ അടുത്തേക്ക് ഈ വരുന്ന ആയിരക്കണക്കായ വിശ്വാസികൾ, മതഭേദമന്യേ ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. അവർക്ക് സിയാറത്തിൽ വരുമ്പോ എന്തൊക്കെ അത്ഭുതങ്ങളായ ഫലങ്ങളാണ് അല്ലാഹു നൽകുന്നത്. ഞാൻ ഓർക്കുകയാണ്, ക്യാൻസർ ബാധിച്ച ആളുകൾ, 4th സ്റ്റേജും കഴിഞ്ഞ ആളുകൾ, ഡോക്ടർമാര് കൈയൊഴിഞ്ഞ എത്രയോ കേസുകൾ ഇവിടെ വന്ന് മഹാനവറുകളുടെ അടുക്കൽ വന്ന് സിയാറത്ത് ചെയ്യുകയും അവരെ തവസ്സുലാക്കി അല്ലാഹുവോട് പറയുകയും ചെയ്തപ്പോൾ ക്യാൻസർ രോഗം മാറിയ അനുഭവങ്ങൾ എത്രയോ ആളുകൾ പങ്കുവെക്കാറുണ്ട്. കല്യാണം കഴിഞ്ഞ് കുട്ടികളില്ലാത്ത ആളുകൾ ഡോക്ടർമാരെ സമീപിച്ചു, ട്രീറ്റ്മെന്റ് ചെയ്തു, പക്ഷേ ഫലമുണ്ടായില്ല. അവസാനം ഇവിടെ വരികയും സിയാറത്ത് ചെയ്യുകയും നമ്മുടെ ഉറൂസിനോടനുബന്ധിച്ച് നടക്കുന്ന ഭക്ഷണ വിതരണം ഇന്ന് അൽഹംദുലില്ലാ 10,000-കണക്കായ ആളുകൾക്കുള്ള ഭക്ഷണ വിതരണം, തബറുക്കിന്റെ വിതരണം ഇന്ന് ഇവിടെ നടക്കുന്നുണ്ട്. ആ തബറുക്ക് വിതരണത്തിലേക്ക് അരികളും മാംസങ്ങളും നേർച്ചയാക്കിയപ്പോൾ അത്ഭുതകരമായ നിലക്ക് കുട്ടികളുണ്ടായ സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. 2 മാസങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു കൂട്ടുകാരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് കാല് മുറിഞ്ഞു പോയി, കാലിന്റെ എല്ല് പൊട്ടിപ്പോയി. അങ്ങനെ കമ്പിയിട്ട് അദ്ദേഹത്തിന് നടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. വാക്കറും കയ്യിൽ പിടിച്ചിട്ട് കൈകുത്തി നടക്കുമ്പോൾ കാല് അറിയാതെ നിലത്തു തട്ടിയാൽ തന്നെ വല്ലാത്ത വേദനയാണ്, അസഹ്യമായ വേദനയാണ്. ആ വേദനയോട് കൂടെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് തങ്ങളുടെ ഹദറത്തിൽ വന്നു. അവിടെ വന്നിട്ട് ഫാത്തിഹ ഓതി, യാസീൻ ഓതി, ഉപ്പാപ്പയോട് സങ്കടം പറഞ്ഞു, ഉപ്പാപ്പയോട് കരഞ്ഞു
കൊണ്ട് സങ്കടം പറഞ്ഞു. എന്റെ കാല് നിലത്ത് കുത്താൻ പോലും കഴിയുന്നില്ല. സങ്കടം പറഞ്ഞു ഒരുപാട് ദുആ ചെയ്ത് സമാപിച്ചപ്പോൾ ദുആ തീർന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുകയാണ്, എന്റെ കാല് നിലത്തൊന്ന് വെച്ചാൽ തിരക്കടില്ല എന്ന്. അദ്ദേഹത്തിന്റെ കാല് മെല്ലെ നിലത്ത് വെച്ച് നോക്കി, പക്ഷേ കാല് വേദനയില്ല. ഒന്ന് അമർത്തി വെച്ച് നോക്കി, കാല് വേദനയില്ല. വാക്കറും പിടിച്ചിട്ട് കാല് കുത്തി നടന്നു നോക്കി, അദ്ദേഹത്തിന് വേദനയില്ല. വാക്കർ എടുത്തു വെച്ചിട്ട് അദ്ദേഹം സ്വയമായി 2-3 റൗണ്ട് ആ മഖാമിന് ചുറ്റും നടന്ന് സ്റ്റെപ്പുകൾ കേറിപ്പോന്നു എന്ന അത്ഭുതമായ ഫലം മഹാനവറുകൾ പറഞ്ഞതോർക്കുകയാണ്. ഇത് ഔലിയാക്കന്മാരെ കറാമത്തല്ലാതെ മറ്റെന്താണ്? അല്ലാഹു തആല അവന്റെ ഔലിയാക്കന്മാർക്ക് കൊടുത്ത കറാമത്ത് അത് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. അത് അനുഭവിച്ചറിഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല. അല്പജ്ഞാനികളായ ഏതെങ്കിലും പുത്തൻവാദികൾ ഏതെങ്കിലും ഭാഗത്തുനിന്ന് അതിനെ എതിർക്കുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും അവർ ഈ കാര്യം അനുഭവിച്ചറിയാത്തത് കൊണ്ടാണ്. കൂടുതൽ ആയത്തുകളോ ഹദീസുകളോ പണ്ഡിത ഉദ്ധരണികളോ അതിനുവേണ്ടി ഉദ്ധരിക്കേണ്ടതില്ല. അനുഭവത്തിലൂടെ അനുഭവിച്ചറിഞ്ഞാൽ ഒരാൾക്കും നിഷേധിക്കുക സാധ്യമല്ല. അങ്ങനെ എത്ര അനുഭവങ്ങൾ പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. അതേപോലെ തന്നെ മറ്റൊരു ഉസ്താദ് ഇങ്ങോട്ട് വന്നു, എന്റെ റൂമിലേക്ക് വന്നിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറയുമ്പോ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് എനിക്ക് സംസാരിക്കാൻ കഴിയൂല, ഒരുപാട് വർഷങ്ങളായി സംസാരിക്കാൻ കഴിയൂല. ഞാൻ മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന ഉസ്താദായിരുന്നു, പക്ഷേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്റെ നാവ് പൊന്തുന്നില്ല സംസാരിക്കാൻ. ഇത് പറഞ്ഞ് ഇദ്ദേഹം നല്ല സരളമായ ശൈലിയിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ സംസാരിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് സുന്ദരമായി നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടിയിൽ സംസാരിക്കുന്ന സമയത്ത് എന്റെ നാവ് എനിക്ക് വഴങ്ങുന്നില്ലായിരുന്നു. ഈ കോമ്പൗണ്ടിലെത്തി ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് തങ്ങളുടെ ദർഗയിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടില്ല. ഈ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് ഞാൻ കടന്നിട്ടേ ഉള്ളൂ. എന്റെ സംസാരം ക്ലിയർ ആയിട്ടുണ്ട്, എന്റെ സംസാരത്തിന് യാതൊരു തകരാറുമില്ല ഇപ്പോൾ എന്ന് അദ്ദേഹം പറഞ്ഞത് അതൊക്കെ അദ്ദേഹം അനുഭവിച്ചൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ടെൻഷനുകളേന്തി ഒരുപാട് പ്രയാസങ്ങളും മാനസിക പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഈ കോമ്പൗണ്ടിലേക്ക് സൂഫി ഷഹീദ് തങ്ങളുടെ ചാരത്തേക്ക് എത്തുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയും വല്ലാത്തൊരു സന്തോഷവും വല്ലാത്തൊരു സായുജ്യവും ഹൃദയത്തിൽ ഉണ്ടാകുന്നത് ഒരു സർവ്വസാധാരണമാണ്. ഞാൻ നീട്ടുന്നില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു കറാമത്ത് കൊടുക്കാറുണ്ട്. ആ കറാമത്ത് കൊണ്ട് അത്ഭുതങ്ങളായ ഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പക്ഷേ ബഹുമാനപ്പെട്ട ശൈഖ് മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മിർഖാത്തുൽ ഉലൂമിൽ പറഞ്ഞതുപോലെ ഇന്നൽ അദ്വിയത്തുൽ മഅനവിയ്യ أدعى وأنفع من الأدوية الحسية لكن بشرط تصحيح النية. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കറാമത്ത് കൊണ്ട് ഖുർആൻ കൊണ്ടുള്ള സ്വലാത്ത് കൊണ്ടുള്ള ചികിത്സകൾ കൊണ്ട് അത്ഭുതങ്ങൾ നേടിയെടുക്കാൻ കഴിയും, ഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ലക്കിൻ ബിശർത്തി തസ്ഹീഹിൻ നിയ്യ, നല്ല നിയ്യത്ത് വേണം. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത കറാമത്ത് കൊണ്ട് നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് രോഗം മാറും, ഏത് കാര്യങ്ങളും സാധിച്ചെടുക്കാൻ കഴിയുമെന്നല്ല, നല്ല ഉറച്ച വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ നമുക്കെല്ലാം നേടിയെടുക്കാൻ കഴിയും. അള്ളാഹു തആല ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും അള്ളാഹു തആല ദൂരീകരിക്കുമാറാകട്ടെ. ഏറ്റവും പ്രധാനമായി നമ്മുടെ ഈമാനിന്റെ സംരക്ഷണമാണ്. അള്ളാഹു തആല നമ്മുടെ ഈമാൻ നിലനിർത്തി ഈമാനിന് വർദ്ധനവ് നൽകി നല്ല കാമിലായ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിച്ച് നരകം തൊടാതെ സ്വർഗത്തിലെത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഉറൂസ് മുബാറക്കിന് വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളടക്കം ഈ നാട്ടിലെ നല്ലവരായ കാരണവന്മാർ, ഉമ്മമാർ, സഹോദരന്മാർ, സഹോദരിമാർ, മറ്റു വിവിധ നാടുകളിൽ നിന്ന് ഇവിടെ എത്തിയ ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ ഈ ഉറൂസിലേക്ക് ഒരുപാട് നേർച്ചകൾ, സംഭാവനകൾ നൽകിയവരുണ്ട്. ഇന്ന് നടക്കുന്ന അന്നദാനത്തിലേക്ക്, അതേപോലെ വരുന്ന വെള്ളിയാഴ്ച നടക്കുന്ന അന്നദാനത്തിലേക്ക് അരികളും മാംസങ്ങളും പച്ചക്കറികളും മറ്റു വസ്തുക്കളുമായി നൽകിയവർ, കാശുകളായി നൽകിയവർ, ആരൊക്കെ എന്തൊക്കെ ആവശ്യങ്ങൾ വെച്ചുകൊണ്ടാണോ നൽകിയത് എല്ലാവർക്കും അല്ലാഹു തആല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാത്തിനുമുള്ള അത്ഭുതങ്ങളായ ഫലങ്ങൾ അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന പരിശുദ്ധ ഖുർആൻ വാക്യത്താൽ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.